തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളമെമ്പാടും UDF തരംഗം അലയടിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു നഗരസഭാ ഫലം പുറത്തുവരുന്നത് കോട്ടയം ജില്ലയിൽ നിന്നാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തങ്ങളുടെ വത്തിക്കാനെന്ന് അഹങ്കരിച്ചിരുന്ന പാലാ നഗരസഭയിൽ അവർക്ക് കനത്ത പരാജയമാണ് സംഭവിച്ചിട്ടുള്ളത്. പാലാ നഗരസഭ കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി മാണി ഗ്രൂപ്പിൻ്റെ ചെയർമാൻമാർ നിയന്ത്രിച്ചിരുന്ന ഒരു നഗരസഭയാണ്. കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ കേവലം ഒരു വർഷം മാത്രമാണ് CPMൻ്റെ ഒരു ജനപ്രതിനിധി ഉണ്ടായത്. മറ്റ് 39 വർഷങ്ങളിലും കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻമാരായിരുന്നു പാലാ നഗരസഭയുടെ ഭരണം നിയന്ത്രിച്ചത്. എന്നാൽ ഈ കുത്തകയ്ക്കാണ് ഇപ്പോൾ അന്ത്യം വന്നിരിക്കുന്നത് എന്ന വസ്തുത നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുമാത്രമല്ല, പാലാ നഗരസഭയിൽ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അധികാരം നഷ്ടമായി എന്നതിനപ്പുറം അദ്ദേഹത്തിൻ്റെ സ്വന്തം വാർഡിൽ പോലും 2 ചിഹ്നത്തിൽ മത്സരിച്ച അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥാനാർത്ഥിയെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി മലർത്തി അടിച്ചു എന്നതാണ് വസ്തുത. പാലാ നഗരസഭയുടെ ആകെയുള്ള 26 വാർഡുകളിൽ സ്വതന്ത്രർ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയോടുകൂടി UDF 14 സീറ്റുകൾ നേടിയപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിക്ക് കേവലം 12 സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചു കയറുവാൻ കഴിഞ്ഞത്. ഭരണം നഷ്ടപ്പെട്ടു, സ്വന്തം വാർഡിൽ തോറ്റു എന്നതിനെല്ലാം ഉപരിയായി ജോസ് കെ മാണിക്ക് പാലാ നഗരസഭയിൽ മറ്റൊരു വ്യക്തിപരമായ തിരിച്ചടി കൂടി ഏറ്റിട്ടുണ്ട് എന്ന വസ്തുതയും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്. അത് പാലാ നഗരസഭയിലെ സ്വതന്ത്ര മുന്നണിയായി മത്സരിച്ച 3 സ്ഥാനാർത്ഥികളുടെ വിജയമാണ്. പാലാ നഗരസഭയിൽ 2020-25 കാലഘട്ടത്തിലാണ് ആദ്യമായി ഇടതുമുന്നണിയോട് കൂടി ചേർന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അധികാരം നേടുന്നത്. അന്ന് 5 വർഷത്തിനിടയിൽ 1 വർഷം ചെയർമാൻ പദവി CPMന് അവർ വാഗ്ദാനം ചെയ്തിരുന്നു. സ്വാഭാവികമായും ആ ടേം ആയപ്പോൾ CPM മുന്നോട്ട് വെച്ചത് അവരുടെ ചിഹ്നത്തിൽ വിജയിച്ച അവരുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറായ ഏക സ്ഥാനാർത്ഥി ബിനു പുളിക്കക്കണ്ടത്തെയായിരുന്നു. എന്നാൽ ബിനു പുളിക്കക്കണ്ടത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന ജോസ് കെ മാണിയുടെ പിടിവാശിക്ക് മുന്നിൽ CPM മുട്ടുമടക്കുകയും പിന്നീട് സ്വതന്ത്രയായി CPMനൊപ്പം നിന്ന് വിജയിച്ച ജോസിൻ ബിനോയെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ അവിടം കൊണ്ടും ബിനുവിനോടുള്ള വ്യക്തിപരമായ പക ജോസ് കെ മാണി അവസാനിപ്പിച്ചില്ല. ബിനുവിനെ ആത്യന്തികമായി CPMൽ നിന്ന് പുകച്ച് പുറത്തു ചാടിക്കുവാനും ജോസ് കെ മാണിക്ക് സാധിച്ചു. അതോടുകൂടിയാണ് അഭിമാന പോരാട്ടം എന്ന നിലയിൽ ബിനു പുളിക്കക്കണ്ടം തൻ്റെ സഹോദരനെയും മകളെയും കൂട്ടുപിടിച്ച് പാലാ നഗരസഭയിലെ 13, 14, 15 വാർഡുകളിൽ സ്വതന്ത്ര മുന്നണി രൂപീകരിച്ച് മത്സരത്തിനിറങ്ങിയത്. എന്ത് സംഭവിച്ചാലും ഇവരെ പരാജയപ്പെടുത്തും എന്ന പിടിവാശിയോടുകൂടി മുന്നേറിയ LDFനും ജോസ് കെ മാണിക്കും കനത്ത തിരിച്ചടിയായത് ഈ വാർഡുകളിൽ UDF ഈ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചതാണ്. അതോടുകൂടി ഈ സ്വതന്ത്ര കൂട്ടായ്മയിലെ 3 സ്ഥാനാർത്ഥികളും വളരെ ആധികാരികമായ ഭൂരിപക്ഷത്തോടുകൂടി ഈ 3 വാർഡുകളിൽ നിന്ന് വിജയിച്ചു കയറുകയായിരുന്നു. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ മര്യാദകൾ മറന്നുകൊണ്ട് സ്വന്തം മുന്നണിയിലെ ഒരു നേതാവിനെ അദ്ദേഹം ഇല്ലാതാക്കുവാൻ ശ്രമിച്ചതിന് കിട്ടിയ കനത്ത വ്യക്തിപരമായ തിരിച്ചടി കൂടിയാണ് ഈ സ്വതന്ത്ര കൂട്ടായ്മയുടെ വിജയം എന്ന വസ്തുതയും നാം ഓർക്കേണ്ടതാണ്. അതുപോലെ തന്നെ ജോസ് കെ മാണിയുടെ ചില പിണയാളുകൾക്കും പാലാ നഗരസഭയിൽ കനത്ത പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് പാലാ നഗരസഭയിലെ 8ാം വാർഡ് എന്ന് പറയുന്നത്. പാലാ നഗരസഭയിലെ 8ാം വാർഡിൽ ജോസ് കെ മാണിയുടെ 2 ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയായി അവതരിച്ചത് അവിടെയുള്ള ഒരു പ്രമുഖ വ്യവസായിയുടെ സ്പോൺസർഷിപ്പിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. എന്നാൽ സാധാരണക്കാരുടെ പ്രതിനിധിയായി കൈപ്പത്തി ചിഹ്നത്തിൽ അവിടെ നിന്ന് മത്സരിച്ചത് 24-കാരിയായ ഒരു ഓഫ് റോഡ് ഡ്രൈവിംഗ് ചാമ്പ്യനും അധ്യാപികയും കൂടിയായ റിയ ചീരാൻകുഴിയാണ്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ജോസ് കെ മാണിയുടെ സ്പോൺസർ കൂടിയായ പ്രമുഖ വ്യവസായിയുടെ പിന്തുണയോടുകൂടി മത്സരിച്ച 2 സ്ഥാനാർത്ഥി 98 വോട്ടുകൾക്കാണ് ഈ നഗരസഭയിൽ റിയ ചീരാൻകുഴി എന്ന കോൺഗ്രസിൻ്റെ പുതുമുഖ സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടത് എന്നതാണ് പ്രത്യേകത. പാലാ MLA ആയ മാണി സി കാപ്പനെ സംബന്ധിച്ചിടത്തോളം UDFൻ്റെ ഈ വിജയത്തിന് വലിയ മധുരമാണുള്ളത്. കാരണം മാണി സി കാപ്പൻ്റെ സ്വന്തം വാർഡിൽ നിന്ന് 2 സ്ഥാനാർത്ഥി വിജയിച്ചുവെങ്കിലും അത് അവരുടെ ഒരു കുത്തക സീറ്റായിരുന്നു. എന്നാൽ 23-ാം വാർഡിൽ KDPയുടെ പ്രതിനിധിയായി മത്സരിച്ച മാണി സി കാപ്പൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു കയറുകയാണ് ഉണ്ടായിട്ടുള്ളത്. പാലാ നഗരസഭയിലെ നിലവിലെ UDFൻ്റെ കക്ഷിനില നോക്കുകയാണെങ്കിൽ അവർക്ക് KDP അല്ലെങ്കിൽ മാണി സി കാപ്പൻ്റെ പാർട്ടിക്ക് ഒരു ജനപ്രതിനിധിയെ വിജയിപ്പിക്കുവാൻ കഴിഞ്ഞപ്പോൾ ജോസഫ് ഗ്രൂപ്പിന് 3 സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാൻ കഴിഞ്ഞു. അവരുടെ 2 സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുകയും ഒരു സിറ്റിംഗ് സീറ്റിൽ പരാജയപ്പെട്ടപ്പോൾ മാണി ഗ്രൂപ്പിൽ നിന്നും മറ്റൊരു സീറ്റ് പിടിച്ചെടുക്കുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. കോൺഗ്രസിനാണ് പാലാ നഗരസഭയിൽ വലിയ വിജയമുണ്ടായിട്ടുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് 6 വാർഡുകളിൽ അവരുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറിയപ്പോൾ നഗരസഭയിലെ 19-ാം വാർഡിൽ നിന്ന് പാലാ നഗരസഭയിൽ UDFൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന കോൺഗ്രസ് നേതാവ് പ്രൊഫസർ സതീഷ് ചൊള്ളാനിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് വിമതയും ആ വാർഡിലെ സിറ്റിംഗ് കൗൺസിലറുമായ മായ രാഹുലാണ് വിജയിച്ചു കയറിയത്. 19-ാം വാർഡിൽ മാണി ഗ്രൂപ്പിൻ്റെ സ്വന്തം സ്ഥാനാർത്ഥിക്ക് 2 ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് കേവലം 6 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന പാലാ നഗരസഭയിലെ 18-ാം വാർഡിൽ
UDFിൻ്റെയും LDFിൻ്റെയും സ്ഥാനാർത്ഥികൾക്ക് ഒരേ വോട്ടുകളാണ് ലഭിച്ചത്. എന്നാൽ നറുക്കെടുപ്പിനൊടുവിൽ അവിടെ UDF സ്ഥാനാർത്ഥി വിജയിച്ചു കയറുകയായിരുന്നു. അങ്ങനെ വിമതയുൾപ്പെടെയുള്ളവരുടെ പിന്തുണയോടുകൂടി കോൺഗ്രസിന് 7 സീറ്റുണ്ട്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 3 സീറ്റുണ്ട്, മാണി സി കാപ്പൻ്റെ പാർട്ടിക്ക് 1 സീറ്റുണ്ട്. ഇവിടെ UDFിന് അധികാരമൊരുക്കുവാൻ നിർണായകമാകുന്നത് സ്വതന്ത്ര കൂട്ടായ്മയിലെ 3 പേരുടെ പിന്തുണയാണ് എന്ന വസ്തുതയും ഓർക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ സ്വതന്ത്ര കൂട്ടായ്മയിലെ ദിയ ബിനു പുളിക്കക്കണ്ടം നഗരസഭാ അധ്യക്ഷ പദവിയിൽ എത്തുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ അതൊരു പുതുചരിത്രമായിരിക്കും. കാരണം 21 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി പാലാ നഗരസഭയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുമ്പോൾ ഇത് ബിനു പുളിക്കക്കണ്ടത്തിന് ഒരു മധുര പ്രതികാരവും ജോസ് കെ മാണിക്ക് ഏറ്റവും കനത്ത വ്യക്തിപരമായ രാഷ്ട്രീയ തിരിച്ചടിയുമാണ്. പാലാ നഗരസഭയിൽ മാത്രമല്ല UDFിന് വിജയമുണ്ടായത് എന്ന വസ്തുതയും നാം ഓർക്കേണ്ടതുണ്ട്. അവരുടെ കുത്തകകളായിരുന്ന കരൂർ പഞ്ചായത്തിലും UDF അധികാരം പിടിച്ചിരിക്കുകയാണ്. കരൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പാലാ നിയോജക മണ്ഡലത്തിലെ 13 തദ്ദേശ സ്ഥാപനങ്ങളിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായ തോമസ് ചാഴികാടന് ലീഡ് സമ്മാനിച്ച ഏക പഞ്ചായത്ത് കൂടിയായിരുന്നു കരൂർ. ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും വലവൂർ ഡിവിഷനിലേക്ക് മത്സരിച്ച ജോസ് കെ മാണിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റുമായ ടോബിൻ കെ അലക്സും ദയനീയമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അലൻ കക്കാടനോട് പരാജയപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരു ബ്ലോക്ക് സീറ്റിൽ നിന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി 2020-25 കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന രാജേഷ് വാളിപ്ലാക്കനും പരാജയപ്പെട്ടിട്ടുണ്ട്. കരൂരിലെ ദയനീയ പരാജയം പോലെ തന്നെയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് അവരുടെ മറ്റൊരു ശക്തി കേന്ദ്രമായ കൊഴുവനാൽ പഞ്ചായത്തിലുണ്ടായിട്ടുള്ള കനത്ത തിരിച്ചടി. അവിടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തുന്നത്. ആകെ 14 സീറ്റുകളുള്ള കൊഴുവനാൽ പഞ്ചായത്തിൽ 8 സീറ്റുകൾ നേടിയാണ് UDF അധികാരമുറപ്പിച്ചത്. 3 സീറ്റുകൾ മാത്രമാണ് കേരള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മത്സരിച്ച ഇടതുമുന്നണിക്ക് ലഭിച്ചത്. 3 സീറ്റുകൾ ലഭിച്ചത് BJPക്കാണ് എന്ന വസ്തുതയും ഇവിടെ പ്രത്യേകം പരിഗണിക്കേണ്ടതാണ്. പറഞ്ഞു നിൽക്കുവാൻ അവരെ സംബന്ധിച്ചിടത്തോളമുള്ള ഏക ആശ്വാസം എന്ന് പറയുന്നത് കഴിഞ്ഞ വട്ടം BJP വിജയിച്ച മുത്തോലി പഞ്ചായത്ത് അവർക്ക് തിരികെ പിടിക്കാനായി എന്നത് മാത്രമാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്തിലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനും ഇടതുമുന്നണിക്കും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ കാര്യങ്ങളെ നിരീക്ഷിക്കുമ്പോൾ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയത്തിൻ്റെ സമ്പൂർണ്ണ പതനമാണ് പാലായിൽ കാണാൻ കഴിയുക. കാരണം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കാൻ ഇറങ്ങിയിട്ടും UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച മാണി സി കാപ്പൻ 15,000-ലധികം വോട്ടുകൾക്കാണ് വിജയിച്ചു കയറിയത്. സംസ്ഥാനത്തെമ്പാടും ഇടതു തരംഗം ആഞ്ഞു വീശിയപ്പോഴാണ് ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസിനും 2021 തെരഞ്ഞെടുപ്പിൽ പാലായിൽ അടിതെറ്റി വീഴുവാനുള്ള സാഹചര്യം ഉണ്ടായത്. പിന്നീട് വലിയ അവകാശവാദങ്ങളുമായിട്ടാണ് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർ മത്സരത്തിനിറങ്ങിയത്. എന്നാൽ അവിടെയും അവർ ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. UDFിന് വേണ്ടി ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി മത്സരത്തിനിറങ്ങിയ ഫ്രാൻസിസ് ജോർജിനോട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി 2 ചിഹ്നത്തിൽ മത്സരത്തിനിറങ്ങിയ സിറ്റിംഗ് MP തോമസ് ചാഴികാടൻ ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. അന്ന് കോട്ടയം പാർലമെൻറ്റിൽ പാലാ നിയോജക മണ്ഡലത്തിൻ്റെ കണക്കെടുക്കുകയാണെങ്കിലും 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഫ്രാൻസിസ് ജോർജ് തോമസ് ചാഴികാടന് മേൽ നേടിയെടുത്തത്. ഏറ്റവും ഒടുവിലായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലാ നഗരസഭയുൾപ്പെടെയുള്ള കോട്ടകൾ ജോസ് കെ മാണിയെയും മാണി ഗ്രൂപ്പിനെയും കൈവിടുമ്പോൾ ഇവിടെ ഒരു ഹാട്രിക് പരാജയമാണ് ജോസ് കെ മാണിക്കും മാണി ഗ്രൂപ്പിനും പാലായിലുണ്ടായിട്ടുള്ളത്. അതിനാൽ തന്നെ പാലായുടെ മണ്ണിൽ LDFിനൊപ്പം നിലയുറപ്പിച്ചാൽ തിരിച്ചുവരവിന് സാധ്യതയില്ലാത്ത വിധം ജോസ് കെ മാണിയുടെ രാഷ്ട്രീയവും മാണി ഗ്രൂപ്പിൻ്റെ 2 രാഷ്ട്രീയവും അപ്രസക്തമാകുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തുവാൻ കഴിയുന്നതാണ്. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ജോസ് കെ മാണി അഭിമുഖീകരിക്കുന്നത്. ഇതിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് ജോസ് കെ മാണിക്കോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനോ ഉണ്ടാകുമെന്നും ഈ ഘട്ടത്തിൽ വിലയിരുത്തുവാൻ കഴിയുകയില്ല. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലായിലെ ജോസ് കെ മാണിയുടെ സമ്പൂർണ്ണ പതനത്തിൻ്റെയും UDFിൻ്റെ മഹാവിജയത്തിൻ്റെയും കണക്കുകൾ പ്രേക്ഷകർക്കായി അവതരിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.